വെൽക്കം ടു ഓൾ. ബ്രില്യൻസ് അക്കാദമിയുടെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എക്സാം ബേസ്ഡ്. പക്ഷേ ടി എം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ വൺ വേർഡിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ TMA പോർഷനും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓടിച്ചു വിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മളെ പീരിയോഡിക് ടേബിൾ ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി, ഇത് നിങ്ങളുടെ TMA ആണ്, 3rd ചാപ്റ്റർ ആണ്. അപ്പോൾ അതിനെ പറ്റിയാണ് പറയുന്നത്. പീരിയോഡിക് ടേബിൾ എന്താണ്, പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്, പീരീഡ്സ് ഉണ്ട്, ദെൻ മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ, അയോണൈസേഷൻ എനർജി, സൈസ്, അയോണിക് റേഡിയൈ, പിന്നെ ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ മൊത്തമായിട്ട് പറയുന്നത്. അപ്പോൾ മിസ് എന്ത് ചെയ്യാണ്, ഒരു പീരിയോഡിക് ടേബിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എടുത്തിരുന്നത്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഈ PDF നോക്കിയിട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ചെയ്യാം. പിന്നെ മിസ് പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ഹൂ പ്രൊപ്പോസ് മോഡേൺ പീരിയോഡിക് ടേബിൾ? ഹെൻറി മോസ്ലി ആണ്. അദ്ദേഹം ഇപ്പോൾ യെറ്റ് ടു ബി എത്ര എലമെൻറ്റ്സ് ആണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 118 വരെയാണ്. ഓക്കെ, 118 എലമെൻറ്റ്സ് ആണ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ഇനിയും എന്ത് ചെയ്യുക, ഡിസ്കവേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ വേർട്ടിക്കൽ ലൈൻസ്, ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സുമാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഇങ്ങനെ 1 2 3 ഓക്കെ 4 5 6 7 8 9 10 അങ്ങനെ 18 ഗ്രൂപ്പുകളും 7 ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 7 പീരീഡുകളാണ് ഉള്ളത്. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ 2 പീരീഡുകൾ ഇതിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ്. നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയും. എന്താണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലന്താനത്തിന് ശേഷം വരുന്ന ലാന്തനോയിഡ്സും ആക്ടീനിയത്തിന് ശേഷം വരുന്ന ആക്ടിനോയിഡ്സും ആണ് ഇവിടെ താഴെ കൊടുത്തത്. കണ്ടോ, ഇവിടെ നോക്ക്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അറ്റോമിക് നമ്പർ 58 ആണ് അല്ലേ? ഇവിടെ നോക്ക് 57 ശേഷമാണ് 57 ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻസിനെയാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയാം. അതിനെയാണ് നമ്മളിവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആക്ടീനിയം 89 ശേഷം വരുന്ന ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻസിനെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയാം. ഈ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽ എന്നും സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയും. തേർഡ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എലമെൻസിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ഡിയും എഫും ഇതിലാണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് 12 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ, പി ബ്ലോക്ക് എലമെൻറ്റ്സും ഡി ബ്ലോക്ക് എഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പീരിയോഡിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ് അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അയോണിക് റേഡിയസ് എങ്ങനെയാണ്. ഇവിടുന്ന് നോക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അറ്റോമിക് നമ്പർ കൂടി വരിക. ഇവിടെ 3 ആണ് ലിഥിയത്തിൻ്റെ, ബെറീലിയത്തിൻ്റെ 4 ആണ്, ബോറോണിൻ്റെ 5 6 അങ്ങനെ അറ്റോമിക് നമ്പർ കൂടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർബിറ്റലുകളുടെ എണ്ണം കൂടി വരിക. ഓർബിറ്റലിൻ്റെ എണ്ണം കൂടി വരുമ്പോൾ എന്ത് ചെയ്യും, സെൻറ്റർ ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്താണ് അറ്റോമിക് റേഡിയസ് എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പക്ഷെ എന്താണ്, ഒരേ ഷെല്ലിനാണ് അവർ ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ അയോണിക് റേഡിയസ് കുറയാണ് ചെയ്യുക. പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, വളരെ വലിയ വ്യത്യാസങ്ങളാണ് അറ്റോമിക് നമ്പറിൽ കാണുന്നത്. 3 കഴിഞ്ഞിട്ട് പിന്നെ 11 ഒക്കെയാണ്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുകയും അറ്റോമിക് റേഡിയസും എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയുകയും ഡിക്രീസ് ചെയ്യും. ദെൻ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ള മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ ക്യാരക്ടേഴ്സ് ആണ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ് ഗ്രൂപ്പാണ്, നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടോ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്താണ്, ചെറിയ ചെറിയ അറ്റോമിക് അവരെപ്പോഴും ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തിട്ട് ലൂസ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇലക്ട്രോൺസിന് വിട്ട് കൊടുത്തിട്ട് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റൽ ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും.
പക്ഷേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നോൺ മെറ്റൽ ക്യാരക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് മിസ് പറഞ്ഞു എന്താണ്, അവർക്ക് ലൂസ് ചെയ്യാനാണ് ടെൻഡൻസി. അതുകൊണ്ട് തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ്, ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ എന്താണ്, ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യും. പിന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും അതേപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾസാണ്. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്, എത്ര ഗ്രൂപ്പ്സ് ആണ്, 18 ഗ്രൂപ്പ്സ്, 7 പീരീഡ്സ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾസേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഓക്കെ, എന്താണ് പീരിയോഡിക് ടേബിൾ എന്നും പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ അവരുടെ കുറച്ച് എന്താ പറയുക പ്രോപ്പർട്ടീസ് അത്രയേ ഉള്ളൂ വരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.